ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശനിയാഴ്ച ആയിരുന്നു. ശ്രാവണ സ്കൂളുണ്ടായില്ല കേട്ടോ. പിന്നെ അവളെ ഞാൻ എണീറ്റപ്പോൾ തന്നെ അവളെ വിളിച്ച് എണീപ്പിച്ചില്ല. അവൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ എനിക്ക് ഓഫീസിൽ പോകാനുള്ളായിരുന്നു, ഞാൻ എണീറ്റു. ഇന്നിപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് മഴ, ഇന്ന് രാത്രിയൊക്കെ മഴ ഉണ്ടായിരുന്നു. മഴ തോർന്നിട്ടില്ല കേട്ടോ. രാവിലെ കന്യ മഴ എനിക്ക് അവിടെ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക. മഴ കണ്ടപ്പോൾ തന്നെ ഒരു മടിയുണ്ട് പോകാൻ, പക്ഷെ പോകാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ എണീറ്റു. പിന്നെ പാത്രമൊക്കെ കഴുകാനായിരുന്നു കേട്ടോ. ചോറുണ്ടാകുന്ന പാത്രം ആരുണ്ട് എൻ്റെയൊക്കെ കഴുകി. പിന്നെ മീനിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. നമ്മൾ കിടക്കാൻ നേരത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. പിന്നെ രാവിലെ എണീക്കുമ്പോഴാട്ടോ പിന്നെ ലൈറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ മീനിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തു. ലൈറ്റ് ഇട്ട് കൊടുത്തപ്പോൾ അതുങ്ങളെല്ലാം ഇതിലൊക്കെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫൈറ്ററിലൊരു ഫീമെയിൽ ഫൈറ്റർ ചത്തുപോയായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റേ മെയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മോട്ടറൊക്കെ ഓണാക്കി കൊടുത്തു. ലൈറ്റൊക്കെ ഓണാക്കിയ ശേഷം പിന്നെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ചു കേട്ടോ. പുട്ടും പപ്പടമായിരുന്നു, അത് കുടിച്ചു. പിന്നെ മുറ്റത്ത് കുറച്ച് പാത്രങ്ങളിൽ മീനുകൾ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ഗപ്പീനെയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഗോൾഡൻ ഫിഷിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടു വേറെ പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ അത് അരുണിപ്പോൾ പോകാൻ നേരത്തെ അതുങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ടാണ് പോകണം. അപ്പോൾ അവൻ തീറ്റ കൊടുക്കാൻ പോയപ്പോൾ ഞാനും പോയി നോക്കി. നമ്മൾ ആദ്യം കൊണ്ടുവന്ന് ഇട്ടില്ലേ, ആദ്യം ഇട്ട ആ ഗപ്പിയിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ പിന്നെയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വേറെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോയിൽ ശരി ഞാൻ അല്ലാണ്ടൊന്നും കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോയിലെടുത്തപ്പോൾ കാണുന്നില്ല കേട്ടോ കുഞ്ഞുങ്ങളെ. കുരുന്നുള്ള കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. പിന്നെ മഴ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. ഓഫീസിലെത്തിയപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തോരാത്ത മഴ പോലെ ഇങ്ങനെ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വൈകുന്നേരം മഴ ഇച്ചിരി ശമിച്ചു. ഞങ്ങൾ പിന്നെ വൈകുന്നേരം പോന്നു. ഇച്ചിരി ഇരുട്ടായിട്ടോ. മഴയുടെ ഒരു ഇരുട്ടും കൂടി ഉണ്ട്. മഴക്കാർക്ക് കൂടിയായിരുന്നുണ്ടെന്ന് തോന്നുന്നു. പോകുന്ന സമയത്ത് നല്ല ഇരുട്ടും ഉണ്ടായിരുന്നു. വീട്ടിലെത്തി അതൊന്നും മേടിച്ചില്ല കേട്ടോ. ഒരു നാളത്തെ ചായക്കുള്ള സാധനം മേടിക്കാനുള്ള കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അവളെ കുറുക്കുറൊക്കെ തിന്നോണ്ടിരിക്കുക. അവൾ തിന്നണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചില സമയത്ത് അവൾ വാശി പിടിക്കാറുണ്ട്. അധികമൊന്നും മേടിച്ച് കൊടുക്കാറില്ല കേട്ടോ. ലേസൊക്കെ അതൊന്നും അത്ര നല്ലതല്ല. പിന്നെ TV സീരിയലുണ്ടല്ലോ, ശനിയാഴ്ച ആണെങ്കിലും ഇപ്പോൾ ഞായറാഴ്ചയൊക്കെ സീരിയലുണ്ട്. പിന്നെ അപ്പത്തിന് നാളെ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതിനുള്ള അരിയൊക്കെ വന്നപ്പോൾ തന്നെ ഇട്ടു. പിന്നെ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തെടുത്ത് ഒരു മാറ്റിയൊക്കെ വെച്ചു. പിന്നെ അവൾക്ക് തിങ്കളാഴ്ച എക്സാം പറഞ്ഞ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് പിന്നെ അവളെ വിളിച്ചു. പഠിക്കാൻ ഭയങ്കര മടിയാട്ടോ, ഭയങ്കര നൂലോളിയാണ്. കുറച്ചൊക്കെ കന്നാടൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ നാളെ പഠിച്ചോളാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഞാൻ നാളത്തേക്കുള്ള മാവ് കരച്ച് വെച്ചു. അരുണിൻ്റെ മീനിൻ്റെ വെള്ളം മാറ്റലും മീന് വെള്ളം കൊടുക്കലും മീനെ മാറ്റലും ആ പരിപാടി തന്നെയാണ് കേട്ടോ. അത് കിടന്നുറങ്ങണ വരെ മീനിൻ്റെ അടുത്ത് തന്നെ മീനിനെ നോക്കലും പരിചരിക്കില്ല. അതിനിപ്പോൾ എന്തോ ഗൗരാമി കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു. ഗോൾഡൻ ഫിഷിനൊക്കെ മാറ്റിയിട്ടു.